ഏഴാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റിലെ 3-ാമത്തെ അധ്യായമായ മുസ്കാൻ അതിലെ ബാരിഷ് കെ ബാദ് എന്ന കഹാനിയാണ് പറയാൻ പോകുന്നത്. ബാരിഷ് കെ ബാദ് കഹാനി എഴുതിയിരിക്കുന്നത് കനക് ശശിയാണ്. ബാരിഷ് മഴ, ബാദ് ശേഷം. ഇപ്പോൾ ബാരിഷ് കെ ബാദ് മഴയ്ക്ക് ശേഷം. മഴയ്ക്ക് ശേഷം നടന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബാരിഷ് കെ ബാദ് സവി കുച്ച് ദുല ദുല നയ നയാസ ലഗ്നെ ലഗത. ബാരിഷ് കെ ബാദ് മഴയ്ക്ക് ശേഷം സഫി എല്ലാം കുച്ച് ദുല ദുല കുറച്ച് കഴുകിയ രീതിയിൽ നയ നയാസ പുതിയതായിട്ട് കാണപ്പെട്ടു. ചരെ അമൽദാസ് കെ ഫൂൽ ഗീലി മിട്ടി കെ കാരൻ. ചരെ അമൽദാസ് കെ ഫൂൽ, ചരെ താഴെ വീണ് കിടക്കുന്ന അമൽദാസ് കെ ഫൂൽ കണിക്കൊന്നയുടെ പൂവ്. ഗീലി മിട്ടി കെ കാരൻ നനഞ്ഞ മണ്ണ് കാരണം. ഓർ അധിക് പീലെ ലഗ്രഹേദ് കൂടുതൽ മഞ്ഞയായി കാണപ്പെട്ടു. നനഞ്ഞ മണ്ണിൽ വീണ് കിടക്കുന്നത് കൊണ്ട് തന്നെ കണിക്കൊന്നയുടെ പൂവ് കൂടുതൽ മഞ്ഞ നിറത്തിൽ കാണപ്പെട്ടു. കാസ് കി നോക്കോംബർ ടഹരി പാനി കി ബൂന്തേം കഫീഫി ഫിസലിനെ കോതീം. കാസ് കി നോക്കോംബർ പുല്ലിൻ്റെയൊക്കെ അറ്റത്ത്, പോച്ചയുടെയൊക്കെ അറ്റത്ത്, നോക്കോംബർ അഗ്രഭാഗത്ത്, ടഹരി പാനി കി ബൂന്തേം അവിടെ തങ്ങി നിൽക്കുന്ന വെള്ളത്തിൻ്റെ തുള്ളികൾ, കഫീഫി ഫിസലിനെ കോതി എപ്പോൾ വേണമെങ്കിലും തെന്നി താഴെ വീഴാം. ബാരിഷ് കാ അഗല ദൗർ ശുരു ഹോനെ സെ പഹലെ. ബാരിഷ് കാ അഗല ദൗർ മഴയുടെ അടുത്ത ഭാഗം, അതായത് അടുത്ത മഴ, ശുരു ഹോനെ സെ പഹലെ വരുന്നതിന് മുൻപ്, അടുത്ത മഴയ്ക്ക് മുൻപ് തന്നെ ചിടിയോനെ അപ്പനെ സരൂരി കാം നിപട്ടാനേക്ക് ഫാഗ് മഫാഗ് ഓർ ചിൽപ്പോ മച്ച രഹി थी. അടുത്ത മഴ വരുന്നതിന് മുമ്പായിട്ട് ചിടിയോനെ പക്ഷികൾ അപ്പനെ സരൂരി അവർക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ നിപട്ടാനേക്ക് ഫാഗ് മഫാഗ് ചെയ്തു തീർക്കാനുള്ള നെട്ടോട്ടത്തിലും ബഹളത്തിലുമൊക്കെയാണ്. ഹവാവയും അടുക്കി പാനിക്ക് കുച്ച് ബൂന്തേം ഗുഡലിക്ക് ചെഹരേസെ ടകര രഹി थी. ഹവാവയും അടുക്കി വായുവിൽ തങ്ങി നിന്ന പാനിക്ക് കുച്ച് ബൂന്തേം വെള്ളത്തിൻ്റെ കുറച്ച് തുള്ളികൾ, ഗുഡലിക്ക് ചെഹരേസെ ടകര രഹി थी ഗുഡലിയുടെ മുഖത്ത് വന്ന് അടിച്ചു. ഗുഡലി അപ്പനെ ദോസ്ത് ഗുഡ്ഡു കെ സാത്ത് കുച്ച് സരൂരി കാമേ ലഗി थी. ഗുഡലിയും ഗുഡലിയുടെ കൂട്ടുകാരനായ ഗുഡ്ഡുവും കൂടി എന്തോ അത്യാവശ്യ കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. വേ ദോനോമേക്ക് ബർസാത്തി നാലേമേ കട. അവർ രണ്ടുപേരും ഒരു ചാലിൽ, ഒരു തോട്ടിൽ നിൽക്കുകയായിരുന്നു. പാനി ഉൻകെ കുടിനെ ചുരഹത്ത. വെള്ളം അവരുടെ മുട്ടുവരെ എത്തുന്നുണ്ടായിരുന്നു. ദോനോ പത്തേക്ക് നാവ് തൈരാനേക്ക് കോശിഷ് കർ രഹേ थे. രണ്ടുപേരും ഇല കൊണ്ടുണ്ടാക്കിയ വള്ളം തള്ളി നീക്കുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു. നാവുമേം കുച്ച് സവാരിയും ഫി സബർദസ്തി ബൈട്ട ഗൈ थी. ആ വള്ളത്തിൽ കുറച്ച് യാത്രക്കാരെയും പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഏക്ക് ചീണ്ട കോസം കെ പേട് പർ രഹനെ വാല ഏക്ക് ലാൽ കാല കീട ഓർ ഏക്ക് കേഞ്ചുവ. അപ്പോൾ ആരൊക്കെയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്? ഏക്ക് ചീണ്ട, ഒരു ഉറുമ്പുണ്ടായിരുന്നു. കോസം കെ പേട് പർ രഹനെ വാല കോസമരത്തിൽ താമസിക്കുന്ന. ഏക്ക് ലാൽ കാല കീട ഒരു ചുവപ്പും കറുപ്പും നിറത്തിലുള്ള ഒരു പ്രാണി ഉണ്ടായിരുന്നു. ഓർ ഏക്ക് കേഞ്ചുവ, പിന്നെ ഒരു കേഞ്ചുവ ഉണ്ടായിരുന്നു, ഒരു മണ്ണിര ഉണ്ടായിരുന്നു. ആ കേഞ്ചുവയുടെ മീനിങ് പഠിക്കുമ്പോൾ വേറൊരു മീനിങ് കൂടെ പഠിച്ചു വയ്ക്കുക. കച്ചുവയുടെ മീനിങ് ആമ എന്നാണ്. കേഞ്ചുവ മണ്ണിരയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് വള്ളത്തിൽ വെച്ചിരിക്കുന്നത് കേഞ്ചുവയാണ്, മണ്ണിരയാണ്. തീൻ സവാരിയും പഠിച്ചു കിട്ടി. അപ്പോൾ ഇങ്ങനെ ഈ 3 യാത്രക്കാരെ വള്ളത്തിൽ വെച്ചിട്ടുണ്ട്. തഫി ഗുഡ്ഡു കോ ഏക്ക് ചോട്ട മേണ്ടക് ദിഖ. അപ്പോഴാണ് ഗുഡ്ഡു ഒരു ചെറിയ തവളയെ കണ്ടത്. ഉസ്നെ തൈ കെറലിയാക്കി ഇസേഫി നാവ് പർ ചടാന ഹേ. അപ്പോൾ അവൻ തീരുമാനിച്ചു ഇതിനെയും പിടിച്ച് വള്ളത്തിൽ വയ്ക്കാം. പർ മേണ്ടക്കോ പകടാന ആസാൻ നഹീദ. പക്ഷേ തവളയെ പിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ലായിരുന്നു. ആസാൻ നഹീദ എളുപ്പമല്ലായിരുന്നു. ഗുഡ്ഡു ബാർ ബാർ കോശിഷ് കർത്ത. ഗുഡ്ഡു കുറേ തവണ അത് ശ്രമിച്ചു നോക്കി പിടിക്കാനായിട്ട്. മേണ്ടക് ബാർ ബാർ ഉജൽ ജാത്ത. തവള ഓരോ തവണയും ചാടി പോയിക്കൊണ്ടിരുന്നു. ഗുഡ്ഡു കോ യൂം ഫുദക്തി ദേഖ് ഗുഡലി ഹംസെ ജാ രഹി थी. ഗുഡ്ഡു ഇങ്ങനെ ചാടി പോകുന്നത് കണ്ട് ഗുഡലി ചിരിക്കാൻ തുടങ്ങി. ജൈസെ തൈസെ മേണ്ടക് ഗുഡ്ഡു കി ഹഥേലിയോമേം ഹീ ഗയ. അപ്പോൾ എങ്ങനെയൊക്കെയോ തവള ഗുഡ്ഡുവിൻ്റെ കൈക്കുള്ളിലെത്തി. ഗുഡ്ഡുവിനെ ഗുഡലി സെ കഹ. അപ്പോൾ ഗുഡ്ഡു ഗുഡലിയോട് പറഞ്ഞു, ദേഖ് മൈ ജൈസെ ഹി ഇസെ നാവുമിൻ രഘും തും നാവ് ചോട് ദേന. നോക്ക്, ഞാൻ ഇതിനെ വള്ളത്തിൽ വയ്ക്കുമ്പോൾ നീ വള്ളം വിട്ടേക്കണം. ഗുഡലിനെ ഹസ്തേ ഹുയെ. ഗുഡലി ചിരിച്ചുകൊണ്ട് ഹാമീമേം സിർ ഹിലായ സമ്മതിച്ചുകൊണ്ട് തലകുലുക്കി. ഗുഡ്ഡുവിനെ ഗിന. ഗുഡ്ഡു എണ്ണാൻ തുടങ്ങി. 1 2 3 1 2 3 ഓർ മേണ്ടക്കോ നാവുമേം ബിടാതി. അപ്പോൾ ഇങ്ങനെ 1 2 3 എന്ന് എണ്ണിക്കൊണ്ട് ഗുഡ്ഡു തവളയെ വള്ളത്തിലേക്ക് വച്ചു. ഗുഡലിനെ നാവ് ചോട് ദി. ഗുഡലി വള്ളം വിട്ടു. നാവ് പാനി കെ സാത്ത് തേസി സെ ബഹ് രഹി थी. അപ്പോൾ വള്ളം വെള്ളത്തിൻ്റെ കൂടെ വളരെ വേഗത്തിൽ ഒഴുകാൻ തുടങ്ങി. ഗുഡ്ഡു ഓർ ഗുഡലി ദോനോ ബഹുത്ത് കുശ്തെ. ഗുഡ്ഡുവിനും ഗുഡലിക്കും വലിയ സന്തോഷമായി. പർ ദോടി ദൂർ ജാത്തെ ഹി. പക്ഷെ കുറച്ച് ദൂരെ ചെന്നപ്പോഴത്തേക്കും ഏക്ക് സവാറിനെ പാനിമേം ചലങ്ക ലഗാതി. ഒരു യാത്രക്കാരൻ വള്ളത്തിൽ നിന്നെടുത്ത് പുറത്തേക്ക് ചാടി. പാനിമേം ചലങ്ക ലഗ വെള്ളത്തിലേക്ക് ചാടി. ആരായിരിക്കും ചാടിയത്? നേരത്തെ ചാടി പോയത് മേണ്ടക്കല്ലേ, തവളയല്ലേ. അപ്പോൾ വള്ളത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിയത് തവളയാണ്. ഉസ്കി ചലങ്ക് സെ. അവൻ്റെ ചാട്ടം കാരണം നാവ് ഹിച്ച് കോലെ കാത്തേ പലട്കെ. ഹിച്ച് കോലെ കാത്തേ വള്ളം കുലുങ്ങി മറിഞ്ഞു. തവള വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയപ്പോൾ വള്ളം കുലുങ്ങി മറിഞ്ഞു. ഗുഡ്ഡു ഓർ ഗുഡലി സാസ് ദാമേ അപ്പനി നാവ് കോ ദേഖ് രഹേ थे.
ഗുഡുവും ഗുഡലിയും ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് അവരുടെ വള്ളത്തെ നോക്കുകയായിരുന്നു. പതാന ഹി സവാലോങ്ക ക്യാ ഹോഗ, യാത്രക്കാർക്ക് എന്തു പറ്റുമെന്നറിയില്ല. തഫി ചീഡ പാനീയമേ തൈർക്കറേക്ക് ഡഹനീക്കി തെരഞ്ഞാത്താതിക, അപ്പോൾ ഉറുമ്പ് വെള്ളത്തിൽ നീന്തിക്കൊണ്ട് ഒരു ചില്ലയിലേക്ക് പോകുന്നത് കണ്ടു. കേഞ്ചുവ പാനിക്ക് അന്തർ കഹി ചലാകയ, മണ്ണിര വെള്ളത്തിനുള്ളിലേക്ക് എവിടെയോ പോയി. ബസ് കോസംക്കെ പേടിക്ക് ലാൽ കാലേക്ക് ഇട്ടേക്ക കോയി പതാനഹിത, ആ കോസമരത്തിലുണ്ടായിരുന്ന ചുവപ്പും കറുപ്പും നിറത്തിലുള്ള പ്രാണിയെക്കുറിച്ച് മാത്രം ഒരു വിവരവുമില്ല. ഗുഡു ഒരു ഗുഡലി പുരട്ടി ബഹത്തി നാവ്ക്കെ പീച്ചെ ഭാഗെ, ഇപ്പോൾ ഗുഡുവും ഗുഡലിയും കൂടി മറികിടക്കുന്ന ആ വള്ളത്തിനടിയിലേക്ക് പോയി നോക്കി. ഒരു തഫി നാവ്ക്കെ പീച്ചെ കീട്ടേക്കാം കാലാമൂത് കൈദിയ, ചെന്ന് നോക്കിയപ്പോൾ അവിടെ വള്ളത്തിനടിയിൽ നിന്ന് ആ കറുത്ത ജീവിയെ കാണാൻ പറ്റി. ഗുഡലിനെ ആഹിസ്തേ ഉസെ ഉടായ और कोसम के पेड़ की पत्तियों पर चढ़ा दिया. ഗുഡലി അതിനെ പതുക്കെ എടുത്ത് കോസമരത്തിൻ്റെ ഇലകളിലേക്ക് കൊണ്ടുവച്ചു. ഗുഡലി അഫി കീടേക്കോ ജാത്തെ ഹുയെ ദേഖ് രഹി ഥി, എന്നിട്ട് ആ പ്രാണി പോകുന്നത് നോക്കിക്കൊണ്ട് ഗുഡലി അവിടെ നിന്നു. ഗുഡുവിനെ അവസ്ഥ, ഇപ്പോൾ ഗുഡു വിളിച്ചു പറഞ്ഞു, ദേഖ് ഗുഡലി ഗോകുൽ ഗയ, നോക്കൂ ഗുഡലി ഗോകുൽ ഗയ. മഴക്കാലത്ത് അവിടെ കണ്ടുവരുന്ന തിളക്കമുള്ള ചുവന്ന നിറത്തിലുള്ള ഒരു പ്രാണിയാണ് ഗോകുൽ ഗയ. ഇത്തിനി സുന്ദർ മക്മലി ലാൽ രംഗ് കി കീട്ടി ഹോത്തി ഹേ ഗോകുൽ ഗയ, എന്ത് സുന്ദരമായ തിളക്കമുള്ള ചുവന്ന നിറത്തിലുള്ള പ്രാണിയാണ് ഈ ഗോകുൽ ഗയ. ബാരിഷ് കെ അലാവ ഓർ കിസി മൗസമേ ദിഖ്തി ഹി നഹി ഹെ, മഴക്കാലത്തല്ലാതെ വേറൊരു സമയത്തും ഇതിനെ കാണാൻ പറ്റില്ല. ഗുഡലി ഓർ ഗുഡു ഗോകുൽ ഗായോं को एक माचिस की डिब्बी में इकट्ठा करके स्कूल में दोस्तों को दिखाते थे. ഗുഡലിയും ഗുഡുവും ഗോകുൽ ഗായോं को ഗോകുൽ ഗായകളെ പിടിച്ച് एक माचिस की डिब्बी में इकट्ठा करके ഒരു തീപ്പെട്ടിക്കൂടിനുള്ളിൽ ശേഖരിച്ച് വെച്ചിട്ട് സ്കൂൾ में दोस्तों को दिखाते थे, സ്കൂളിൽ കൊണ്ടുപോയി കൂട്ടുകാരെ കാണിക്കുമായിരുന്നു. ഏക സബ് സോച്ചത്തെ ഹുയെ ഗുഡലി ചട്ട് സെ ഭാഗി, അപ്പോൾ ഇതെല്ലാം ഓർത്തുകൊണ്ട് ഗുഡലി വളരെ വേഗത്തിൽ ഓടിച്ചെന്നു. ഗുഡു ചാന്ദിനി തലയെ കടത്ത, ഗുഡു ചാന്ദിനിക്ക് എന്ന് പറയുന്നത് മലയാളത്തിൽ നന്ദിയാർ വട്ടം എന്ന് പറയും, നൈറ്റ് ജാസ്മിൻ എന്ന് ഇംഗ്ലീഷ്. അപ്പോൾ ആ ചെടിയുടെ താഴെയായിട്ടായിരുന്നു നിന്നത്. ഗുഡലി ചാന്ദിനിക്ക് തലേ ജാക്കർ ഗോകുൽ ഗായിക്കോട്ടുകൊണ്ടിരില്ലകി, ഗുഡലി നേരെ ചെന്ന് ആ ചെടിയുടെ താഴെയായിട്ട് ഗോകുൽ ഗായികളെ തിരയാൻ തുടങ്ങി. തപ്പി ഗുഡുവിനെ, അപ്പോൾ ഗുഡു ചാന്ദിനിക്ക് പേടിക്കോ ജോർ സെ ഹിലാദിയ, ആ ചെടി പിടിച്ച് നന്നായിട്ട് കുലുക്കി. പേട് കി പത്തിയോം ഓർ ഫൂലോം പർ ടഹരാ ഹുവ സാരാ പാനി, ചെടിയുടെ ഇലകളിലും പൂക്കളിലും ഒക്കെ പിടിച്ചു നിന്നിരുന്ന എല്ലാ വെള്ളവും ഗുഡലിക്ക് ഊപ്പർ ഗിരാദിയ, ഗുഡലിയുടെ മേലെ വീണു. ബഹു തർബദർ ഹോ ഗയി, ഗുഡലി നന്നായി നനഞ്ഞു. ഗുഡു ഫാഗ്താ ജരഹദ, അപ്പോഴേക്കും ഗുഡു ഓടിക്കഴിഞ്ഞിരുന്നു. ഓർ ഹസ്താ ജരഹദ, ചിരിച്ചുകൊണ്ടാണ് അവൻ ഓടിയത്. ഗുഡലി സോർസ് ചില്ലാക്കർ, ഗുഡലിയും ബഹളം വെച്ചുകൊണ്ട് ഉസ്ക പീച്ചാക്കർ എഴുതി അവന്റെ പിറകെ ഓടി. ഇസി ഫാഗ് ദൗഡ്മേം, ഈ ഓട്ടത്തിനിടയിൽ ഗുഡു ഫിസൽ ഔർ ജാക്കർ കീച്ചഡ് മേ ദം സെ ഗിർ ഗയ, ഓട്ടത്തിനിടയിൽ ഗുഡു തെന്നി ചെളിയിലേക്ക് വീണു. അബ് കീച്ചഡ് മേ സരാബോർ ഗുഡു ഫി ഹസ്രഗദ, ചെളിയിൽ വീണ് ഗുഡു അവിടെ കിടന്ന് ചിരിക്കാൻ തുടങ്ങി. ഓർ ഗുഡലിയും ചിരിക്കാൻ തുടങ്ങി.